എല്ലാരും ഓണത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും അല്ലേ? ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഇനി APയുടെ ഒക്കെ വരുന്നുണ്ട്, അപ്പൊ അതുകൂടെ ഒക്കെ അപ്ലൈ ചെയ്യണം. 10th ലെവൽസിനാണ്. നോക്കൂ, ഒന്നാമത്തെ എഴുതിയിട്ട് പറയും കേട്ടോ. ഒന്നും രണ്ടും എഴുതിയിട്ട് പറയാം. ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് 2 മണിക്കാണ് ക്ലാസ് വരുന്നത്. ക്ലാസ്സിന്റെ ലിങ്ക് എല്ലാം ടെലഗ്രാമിൽ CGP ജ്യൂസ് അക്കാദമിയിൽ അവൈലബിൾ ആണ്. PDF-ഉം അവൈലബിൾ ആയിരിക്കും. അപ്ഡേഷന് വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. 1798 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പങ്കാളിത്തമാണ്. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും ആണ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ബി അവധ്. മൂന്നാമത്തെ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. 3 മാത്രം ആണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. 1929 ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണം. താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷം ആണ്? വാഗൺ ട്രാജഡി. ഇരുപതാം തീയതി എന്തോ എക്സാം? രാവിലെ ആരാണ്ട് പറഞ്ഞു കേട്ടോ, രാവിലത്തെ ക്ലാസ്സിൽ 20ആം തീയതി. പ്രിലിംസ് ആണോ? അഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ ബി, 1, 2, 3. കുടിയരശ് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവ് ഫുലെ, സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ്. കാലഗണന ക്രമത്തിൽ ആറാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഫ്രഞ്ച് വിപ്ലവം വർഷം 1789.
ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688. റഷ്യൻ വിപ്ലവം 1917. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1774. അത് കേരള PSC എക്സാം ആണോ? അതിന്റെ കൂടെ തന്നെ നടക്കുന്നതാണോ എന്നൊക്കെ ഉള്ള പരീക്ഷ? എന്തുവാണ്, പ്രിലിംസ് ആണോ അതോ മെയിൻസോ? മുഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസാം. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? 8. ഓപ്ഷൻ ഡി. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദി. ഓണമൊക്കെ അടിപൊളിയായിരുന്നു എല്ലാവരുടെയും. റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്? 10. ഓപ്ഷൻ ഡി. ബാർലി, പയർവർഗം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത്? 11. ആൻസർ ഈസ് ഓപ്ഷൻ ബി. പശ്ചിമഘട്ടം. തിപ്പായ് മുഖ ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണം? 12. ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇന്ത്യ, ബംഗ്ലാദേശ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 26th ഗവർണർ. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? അല്ല, ഈ 15 വരെ ചെയ്തിട്ട് പറയും. 14, 15. ഓഫീസ് ഓഫ് സെക്രട്ടേറിയറ്റ് ഒയുടെ 435 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 435 അത്യാവശ്യം 400 റേഞ്ച് വരെയുള്ളവർക്കൊക്കെ എന്ത് കിട്ടും? അഡ്വൈസ് മെമ്മോ പോകും. കുറച്ചുകൂടെ അവർക്ക് ഇടാമായിരുന്നു ലിസ്റ്റിനകത്ത് ആൾക്കാരെ. ഇപ്പൊ തന്നെ തീരും. 15 വരെ എഴുതിയോ? 14. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നബാർഡ്. ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം കൃഷിക്കും ഗ്രാമവികസനത്തിനും നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. 15ന്റെ ആൻസറും ഓപ്ഷൻ ഡി ആണ്.
വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി കേരള സംസ്ഥാനത്തെ കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഉജ്ജീവനം പദ്ധതി. 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ ഉജ്ജീവനം. ഗോൾഡൻ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 16 ഓപ്ഷൻ ഡി ഹോർട്ടിക്കൾച്ചർ. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം 17 ഇന്ത്യ. ഇന്ത്യൻ പ്ലാനിംഗിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് 18 ഓപ്ഷൻ എ മഹലനോബിസ്. ധനബില്ല് സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന 19A 109. ആക്ച്വലി മണി ബില്ല് 110 അല്ലയോ? മണി ബില്ല് രാജ്യസഭയിൽ അങ്ങാണ്ട് ഇനാഗുറേറ്റ് അതിന്റെ സംഭവങ്ങളാണ് 109 ഇനിഷ്യേറ്റ് ചെയ്യാൻ പാടില്ല രാജ്യസഭയിൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 20ഉം 21ഉം എഴുതിയിട്ട് പറയും. Money bill can be introduced in the Lok Sabha, send it to Rajya Sabha for the recommendation which must be returned within 14 days. അതൊക്കെ പറയുന്നത് 109ലാണ്. ഇരുപതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് പൊതുജനാരോഗ്യമില്ല, മായം ചേർക്കല, തൊഴിൽ, വ്യാപാരവും വാണിജ്യവും നടത്തലും. 2ഉം 3ഉം. 21ഉം ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഓണത്തിന് നിങ്ങൾക്ക് മഴയൊന്നും പെയ്തില്ലല്ലോ ആർക്കും? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ഓപ്ഷൻ എ 49 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. 23 ഓപ്ഷൻ സി 89ലാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 89 ശുപാർശ ചെയ്തു. ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ്
അന്ന് രാത്രി 24 ഓപ്ഷൻ സി. പകലോട്ട് പിന്നെ ഇല്ലായിരുന്നു അല്ലേ? 1, 2, 3 എല്ലാ റിട്ടുകളും ഹൈക്കോടതിക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. 5 റിട്ടുകൾ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 2, 4. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും 51. പരിസ്ഥിതി സംരക്ഷണം 48 എ. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി 26. ആൻസർ ഈസ് ഓപ്ഷൻ ബി. 44. നാളെ റിവിഷൻ ഉണ്ട്. ഡേ 11 കൂടെ പഠിച്ചോണ്ട് വരണം കേട്ടോ. നാളെ റിവിഷൻ ഡേ 11. ഗ്രൂപ്പിൽ ഞാൻ ഒന്നുകൂടെ ഫോർവേഡ് ചെയ്തേക്കാം. ഡേ 11. ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓഗസ്റ്റ് 5 ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്. കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 28. ആൻസർ ഈസ് ഓപ്ഷൻ ബി. 22, 27. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സിമ്പിൾ ആയിരുന്നല്ലോ. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട അനുച്ഛേദം ഐയും വൈയും 30. ആൻസർ ഈസ് ഓപ്ഷൻ എ. 31. നിങ്ങൾ എഴുതിയോ ആൻസർ 31ന്റെ? ഇവിടെ എ ആണ്. ഇതിന് പിന്നെ ഇത് വ്യത്യാസം കാണും. 22 രൂപയാണ് ആ ഒരു ടൈമിൽ. ഇപ്പൊ 23. 1 രൂപ കൂട്ടിയോളോ? $369 ആണോ ഇപ്പോഴത്തെ എമൗണ്ട്? ഇങ്ങനൊക്കെ ചോദിച്ചാൽ പെട്ടുപോകും നമ്മളല്ലേ.
33. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ എന്തുവാ? ഇത് ഓപ്ഷൻ എ, മലേറിയ. R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചു? മലേറിയ. R21 മെട്രിക്സ് എം. മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സമന്വയ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അഭയകിരണം പദ്ധതി നിരാലംബരായിട്ടുള്ള വിധവകൾക്ക്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവർ. തിരിച്ചാ സംഭവം. വാദം ശരിയാണ്, കാരണം തെറ്റാണ്. 34. ആൻസർ ഈസ് ഓപ്ഷൻ സി. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം ഉണ്ടാകുന്നില്ല, ഹൃദയാഘാതം മൂലം ഹൃദയസ്തംഭനം ഉണ്ടാകും. എന്തൊരു ചൂട്! മുപ്പത്തിയഞ്ച്. ആൻസർ ഈസ് ഓപ്ഷൻ എ. 2, 4, 5. തയമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ആണ് ബെറിബറി. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തിയതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ബെറിബറി. 2023 ഐക്യരാഷ്ട്ര കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം UAE. 36. ഓപ്ഷൻ സി. ഇൻ കേരള 369 രൂപയാണ് MGNREGA പദ്ധതിയുടേത്.
ഇൻക്രീസ്ഡ് ബൈ 346 നിന്ന് 369 മാറ്റിയത്. 23 രൂപയാണ് ഹൈക്ക് ഉണ്ടായത്. ഫിനാൻഷ്യൽ ഇയറിൽ 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ ഹരിയാനയിൽ എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് അറിയാമോ? 400 രൂപ കിട്ടുന്നുണ്ട്. ഏറ്റവും കുറവ് എവിടാ? അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും. എത്ര രൂപയാണ്? 241 രൂപയാണ്. കേരളത്തില് 23 രൂപ ഇൻക്രീസ് ചെയ്ത് 346 നിന്ന് 369. 2025-26 സാമ്പത്തിക വർഷത്തെ ഹൈക്കാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടി ലിംബോസൈറ്റിന്റെ വേർതിരിക്കൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് 37. ആൻസർ ഈസ് ഓപ്ഷൻ ബി, തൈമസ് ഗ്ലാൻഡ്. സെന്റിഗ്രേഡിലും ഫാരൻഹീറ്റിലും തുല്യമായിരിക്കുന്നത് ടെമ്പറേച്ചർ 38. ആൻസർ ഈസ് ഓപ്ഷൻ ബി, -40. അഞ്ചിൽ നിന്ന് 6.65% കേരള, കർണാടക, തമിഴ്നാട് സാലറി കൂട്ടിയത് തൊഴിലുറപ്പ് പദ്ധതിയുടെ. -41. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, എയും സിയും. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും സാന്നിധ്യം. വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്ന ഏതിനാണ് മാറ്റം ഇല്ലാത്തത്? 40. ആൻസർ ഈസ് ഓപ്ഷൻ എ, ആവൃത്തി. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റില് സെക്കൻഡിൽ പുറന്തള്ളുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം 39. ഓപ്ഷൻ സി. പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുപാതമായിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ ഈയിടെ എവിടെ പഠിച്ചല്ലേ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റില് സെക്കൻഡിൽ പുറന്തള്ളുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുപാതികമാണ്. ഡിഗ്രി ലെവലിലാണ് തോന്നുന്നു പഠിച്ചത്. പുതിയ ഡിഗ്രി ലെവൽസിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കഴിഞ്ഞതിന് ശേഷം ലോങ് ടൈം ബാച്ചാണ്. ജോയിൻ ചെയ്യേണ്ടവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ മാത്സും ഇംഗ്ലീഷും മലയാളത്തിന്റെയും കോഴ്സും ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഉപകരിക്കുന്ന രീതിയിലായിരിക്കും. ടൈം ഞാനത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അക്വാറീജിയ ഏതിന്റെ ഒരു മിശ്രിതം ആണ്? 42. ഓപ്ഷൻ സി, HCl-ഉം HNO3. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഏതാണ്? 43. ഓപ്ഷൻ ബി. വാഷിംഗ് സോഡ ഓർക്കുമ്പോൾ നമ്മൾ 10H2O ഓർക്കണം. മറ്റേത് ബൈ കാർബണേറ്റ് ആണ്, ബേക്കിംഗ് സോഡ. APO പരീക്ഷയ്ക്ക് ഇതുണ്ടല്ലയോ? അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. ഇതൊരു APOയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. NCA ക്വസ്റ്റ്യൻ പേപ്പർ.
44 ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, അലൂമിനിയം. സാന്ദ്രത കുറവാണ്. ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് 45 ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ജോൺ ഡാൾട്ടൺ. നോബൽ പ്രൈസ് നേടിയ ആദ്യ ആഫ്രിക്കൻ വനിത 46 ആൻസർ ഈസ് ഓപ്ഷൻ സി, വങ്കാരി മാതായി. ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ഈ നോവലിന്റെ രചയിതാവ് A.J. ക്രോണിൻ. സിറ്റാഡൽ. നാടോടി കലാരൂപമാണ് അലാമിക്കളി, കാസർഗോഡ്. ഓപ്ഷൻ ബി. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട്, ഭൂമിയിൽ എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി പി കുഞ്ഞിരാമൻ നായർ. ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആര്? 50. ഓപ്ഷൻ എ, എബ്രഹാം വർഗീസ്. മാർക്കൊക്കെ കൂട്ടി വെക്കൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ പേപ്പർ 2 മാത്രമായിട്ട് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. PDF-ഉം റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആണ്. 399 ആണ് വരുന്നത്. അതുപോലെ തന്നെ 10th ലെവൽസിന്റെ ലോങ് ടേം ബാച്ച് റണ്ണിംഗ് ആണ്. 500 രൂപയാണ് GK പ്ലസ് സയൻസിന് വരുന്ന. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കണക്റ്റഡ് പോയിന്റ്സ് ആയിട്ട് ഡീപ് ലെവലിലേക്ക് ഇറങ്ങിയിട്ടാണ് പഠിക്കുന്നത്. മോർ ദാൻ സിലബസിനേക്കാൾ കൂടുതൽ കണ്ടന്റ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പം തന്നെ നമ്മളൊരു കുറെ ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം PDF-ഉം അവൈലബിൾ ആയിരിക്കും. ദെൻ നിങ്ങൾക്ക് റിവിഷൻ കോഴ്സ് വേണമെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോയിൻ ചെയ്യാം. 799 ആണ് പ്രൈസ് വരുന്നത്. പേപ്പർ 1 പേപ്പർ 2 കൂടി ചേർത്തിട്ടുള്ളത്. ദെൻ ഫ്രീ ക്ലാസ് നമുക്ക് ഇനി മുതൽ 2 PM വരുന്നത്. +2 ലെവൽസിന്റെ കോഴ്സും റണ്ണിംഗ് ആണ്. അതിന് 599 ആണ് പ്രൈസ് വരുന്നത്. ഇനി കോംബോ ഓഫർ 10th-ന്റേതും +2-ന്റേതും കൂടെ ചേർത്തിട്ടുണ്ട്. 799 ആണ്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ എല്ലാം ഡീപ് ലെവൽ കണ്ടന്റ് ആണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർക്ക് ഡെമോയോ PDF ഒക്കെ കാണേണ്ടവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് എനിക്ക് വാട്സപ്പിൽ കേട്ടോ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് മാർക്കൊക്കെ പറഞ്ഞോളൂ. 50-ൽ 37.67, നഷ്മു 31, മീനു 37, 40, ശില്പ, അശ്വതി 32, കല്യാണിക്കുട്ടി 38, നഫ്സില 26. എന്തോ പറ്റി? ജസ്ന എത്ര ഉണ്ട്? അനീഷ, ആൻഡോ, ഇന്ദുജ, പ്രജീഷ്, മുപ്പത്തിമൂന്ന്, അനീഷാന്റെ 36, ഷാബിൻ 36, നിഖിൽ 27. എത്ര നെഗറ്റീവ് വന്നു നഫ്സിലേക്ക്? നെഗറ്റീവ് കുഴപ്പമില്ല. ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചെയ്ത് നമ്മൾ ശരിയാക്കാൻ പറ്റത്തുള്ളൂ. നെഗറ്റീവിനെ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഇങ്ങനൊന്നും പേടിക്കണ്ട. കുറച്ച് 10-35 എക്സാംസ് ഒക്കെ എഴുതി
പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും എവിടെ കൊടുക്കണം എവിടെ കൊടുക്കണ്ടെന്നൊക്കെ ഉള്ളത്. കൃത്യമായിട്ട് എഴുതി ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് PDF എടുത്ത് വെച്ച് വായിക്കുന്നവർക്ക് ഒരു തരത്തിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവത്തില്ല. അത് നമ്മൾ തന്നെ മെനക്കെട്ട് ചെയ്യണം. 8 നെഗറ്റീവ് ഒന്നും സാരമില്ല, 9 നെഗറ്റീവ് ഒക്കെ മാക്സിമം ആക്കാം. നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തെങ്കിലല്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ തെറ്റ് വരുത്തുന്ന നമ്മൾ ചെയ്യേണ്ട. തെറ്റിയിൽ നിന്ന് നമ്മൾ പഠിച്ച് 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 ശരിയാവും. അത് പക്ഷെ പ്രാക്ടീസ് ചെയ്യണം മസ്റ്റ് ആയിട്ട്. ഓക്കെ, സാരമില്ല, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ തന്നെ മനസ്സ് വെച്ചിരിക്കണം. അല്ലാതെ ഈ ഒരു പ്രാവശ്യം കുറഞ്ഞു 2 പ്രാവശ്യം കുറഞ്ഞു അതിനൊന്നും കാര്യമില്ല. ഇതൊക്കെ അതിനകത്തുള്ള ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. ഇതൊക്കെ എനിക്ക് അവർക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു ചെയ്യണം. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ആഴ്ചയിൽ ഒരു 5 പരീക്ഷയെങ്കിലും എഴുതിയിരിക്കണം. എന്നാലേ നമുക്ക് കൺസിസ്റ്റന്റ് ആണെന്ന് നമുക്ക് നമ്മുടെ മനസ്സിന് നമ്മളെ ഒരു വിശ്വാസം വരുത്തുള്ളൂ. മനസ്സിലായി? നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇന്ന് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മളെ ആർക്കും വിശ്വാസമല്ല, നമുക്ക് തന്നെ വിശ്വാസമല്ല. ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം ആദ്യമേ തന്നെ. മനസ്സിലായോ? എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഞാൻ ഈ ഒരു മാർഗത്തിൽ നിന്ന് മാറത്തില്ല എന്ന് നമ്മൾ നമ്മളോട് തന്നെ പ്രോമിസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് വിജയം ഉണ്ടാവുന്നത്. അല്ലാതെ കുറച്ച് പഠിച്ചു കുറച്ച് ദിവസം പിന്നെ പഠിക്കത്തില്ല. ഈ ഓണമൊക്കെ കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പ് എടുക്കരുത്. അടുത്ത ഇതിലേക്ക് നമ്മൾ കയറണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുറകെ വരുന്ന പിള്ളേർ നമ്മളെ തട്ടി തെറിച്ചങ്ങ് അങ്ങോട്ട് പോകും. കണ്ടിട്ടില്ലേ റോഡിൽ കൂടെ പോകുന്ന വണ്ടികളുടെ സ്പീഡ്? നമ്മളൊന്ന് കുറച്ച് ബാക്കിലോട്ട് ആയി കഴിഞ്ഞാൽ എല്ലാം അങ്ങ് പോകത്തില്ല. ഇത് പറയുന്നത് പോലാണ് ഈ ഒരു PSC പരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ശരിക്കും വർക്ക്ഔട്ട് ചെയ്ത് തെറ്റുകളെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് നമ്മളുടെ ഫോൾട്ട് വരുന്നത്, അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കും തോറും നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇറ്റ്സ് എ സ്ലോ പ്രോസസ് ആണ്. പെട്ടെന്നൊരു ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റത്തില്ല, ബാക്കിയുള്ളത് പോലെ അല്ല. മനസ്സിലായി? കാര്യം ഒത്തിരിയും കണ്ടന്റ് ഉണ്ട് പഠിച്ചെടുത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെല്ലാം നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ. പണ്ടത്തെ PSC അല്ല ഇപ്പോഴത്തെ. ഇപ്പൊ അതേപോലെയാണ്. അപ്പൊ അത് നിങ്ങൾ ആ ഒരു രീതിയിൽ അങ്ങ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. 100% എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. നിങ്ങളത് എല്ലാ ദിവസവും നിങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീൻ ആക്കി കൊണ്ടുപോകണം ഈ OMR പരീക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. കേട്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ Day 11 പരീക്ഷ ആയിരിക്കും. അല്ല, ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ചോദിക്കത്തുള്ളൂ. ക്വസ്റ്റ്യൻ എന്റെ PDF ഞാൻ അവിടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ നല്ല ഫാസ്റ്റ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഉഴപ്പി വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ. ക്വസ്റ്റ്യനും ആൻസറും രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അത് പഠിച്ചുകൊണ്ട് വരണം നാളെ Day 11. ഓക്കെ, 2 PM ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ഉണ്ടായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. PDF ഒന്ന് നോക്കൂ. Okay, Manu. Thank you and love you all.